ഇന്നിക്ക ഓഫീസ് വിട്ട് വരുമ്പോൾ കുറച്ച് കൂണ് കൂടി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ അതിനെ കാളാൻ എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ അതും കൂടി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈവനിങ് എന്തായാലും അതുണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ മസാലക്കറികളിലേക്കൊക്കെ പെരുംജീരകം ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കി അതിലേക്ക് പട്ടയും കറാമ്പും പെരുംജീരകം ഇട്ടു. അതിന് ശേഷം സവാള, തക്കാളി എന്നിവയൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാനിത് കല്ലിലിട്ട് കുത്തുക ചെയ്തത്. ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കല്ലിലിട്ട് കുത്തുമ്പോഴും അല്ലെങ്കിൽ പൊടിയായി അരിഞ്ഞിടുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോഴൊക്കെ ഒരു വെവ്വേറെ ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ നല്ല ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കല്ലിലിട്ട് കുത്തുമ്പോൾ തന്നെയാണ്. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ കൂണൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രിക്കൽക്കായിരുന്നല്ലോ. അപ്പോൾ കൂണൊക്കെ ക്ലീൻ ചെയ്ത കൂണും പിന്നെ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഞങ്ങളിവിടെ എത്ര എരിവ് കൂട്ടാത്തത് കൊണ്ട് തന്നെയാണ് മുളക് പൊടി ഞാൻ പരമാവധി കുറവ് തന്നെ യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി കുട്ടികൾക്കൊക്കെ പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സോസ് ചേർത്തത്. എൻ്റെ മക്കൾ പൊതുവേ ഏത് ഉപ്പേരി ആയാലും ഏതായാലും കഴിക്കില്ല. എന്തെങ്കിലും കഴിക്കുകയെന്ന് പറഞ്ഞാൽ പോലും വറുത്തതോ എന്തെങ്കിലുമൊക്കെ തന്നെ കഴിക്കത്തുള്ളൂ. പിന്നെ ഞാനായിട്ട് നിർബന്ധിച്ച് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിന്ന് കൂൺ റെഡിയാക്കി. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ഇതിലിത്തിരി എരിവ് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ ഫുഡുകളിൽ എരിവ് കൂടി എന്താ കാട്ടുക പറഞ്ഞാൽ നോൺ വെജ് ആണെങ്കിൽ ചിക്കനോ മട്ടനോ ബീഫോ ആണെങ്കിൽ എല്ലാവരും ചെയ്യണ പോലെ നമ്മൾ ഉരുളക്കിഴങ്ങ് മുറിച്ചിടും. അല്ലെങ്കിൽ അതേത് വെജിറ്റബിളാണ് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എന്ത് പച്ചക്കറിയാണോ ഉള്ളത് ആ പച്ചക്കറി ഞാൻ മുറിച്ചിടാറാണ് പതിവ്. ഇതിൽ ഇത്തിരി എരിവ് കൂടിയത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ അപ്പം ഉണ്ടായിരുന്നത് മുട്ടക്കോസായിരുന്നു. ഞാനത് നന്നായി അരിഞ്ഞിട്ട് അതിലിട്ട് ഇളക്കി. വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഭവം നന്നായിട്ടുണ്ടായിരുന്നു. 2 വെജിറ്റബിൾസ് കൂടി ഉണ്ടാക്കുന്ന പോലെ.